ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉയർപ്പ് കാലത്തിൻ്റെ 5-ാം ഞായറാഴ്ച തിരുസഭ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളാണ്. കർത്താവ് തൻ്റെ സുവിശേഷ പ്രഘോഷണത്തിനായി 72 പേരെ തെരഞ്ഞെടുത്ത് അയക്കുകയാണ്. ആരോഹണത്തിന് ജെറുസലേമിൽ കയറിപ്പോകുന്ന യേശു ദൈവരാജ്യം പ്രഘോഷിക്കപ്പെടേണ്ടതിൻ്റെ അടിയന്തരമായ ആവശ്യവും അത് നിറവേറ്റുവാൻ നിയോഗിക്കപ്പെടുന്നവർ അനുഷ്ഠിക്കേണ്ട ത്യാഗവും 9-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഈ സുവിശേഷ ഭാഗത്തും ഈശോ 72 പേരെ അയക്കുന്നതും ഈ ദൈവരാജ്യം പ്രഘോഷിക്കപ്പെടേണ്ടതിനു വേണ്ടി മാത്രമാണ്. യേശു തിരഞ്ഞെടുത്തവരാണ് 72 പേർ. അവർ യേശു അയക്കുന്നത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കുമാണ്. ഇങ്ങനെ 12 പേരുടെ കാര്യത്തിൽ ഈശോ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. 72 പേരെ അയക്കുന്നത് യേശുവിന് വേണ്ടി വേദി ഒരുക്കാനാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ മുൻപേ പോയി യേശുവിന് വേണ്ടി വഴിയൊരുക്കി. പക്ഷേ 72 പേരുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് യോഹന്നാനിൽ നിന്നും വ്യത്യസ്തമാണ്. ഇവിടെ ഈ 72 പേർ നിർദ്ദേശിക്കപ്പെട്ട പ്രേക്ഷിത മേഖല ഭാവിയിൽ യേശു പ്രഘോഷിക്കപ്പെടാനിരിക്കുന്ന സകല ഭൂപ്രദേശങ്ങളുടെയും സൂചനയായിട്ടാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം മിഷണറിമാർക്ക് യേശു നൽകിയ നിർദ്ദേശങ്ങളാണ്. വിളവ് ധാരാളമുള്ളതിനാൽ വേലക്കാരെ ഏറെ ആവശ്യമുണ്ട്. ദൈവരാജ്യത്തിൻ്റെ സന്ദേശം സ്വീകരിക്കുവാൻ ധാരാളം പേർ ഒരുങ്ങിയിരിക്കുന്നു എന്ന് കാണിക്കാനാണ് കൊയ്ത്ത് എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കുക. യുഗാന്ത്യത്തിലെ ദൈവജന ശേഖരണം വർണ്ണിക്കുന്ന ശൈലിയാണ് കൊയ്ത്ത് എന്ന് പറയുക. കൊയ്യുവാനുള്ള വിളവ് ധാരാളമെങ്കിലും ജോലിക്കാർ വളരെ വിരളമാണ്. അതിനാൽ കൂടുതൽ പേരെ അയക്കുവാൻ വിളവിൻ്റെ ഉടയവനോട് പ്രാർത്ഥിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുക. വേലക്കാരെ അയക്കുന്നത് വേറെ ആരുമല്ല, ദൈവമാണ് എന്നത് ഇവിടെ ശ്രദ്ധേയമാണ്. ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെ എന്ന ഈ വിശേഷണം ചൂണ്ടിക്കാണിക്കുക ഒരുപാട് ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും ഈ ദൗത്യത്തിൽ നേരിടേണ്ടി വരും. അത് നേരിടുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ അധികമായിട്ട് കൊയ്തെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുക. എവിടെ പോയാലും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആശ്രയിക്കേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങളെ വിളിച്ച് പറഞ്ഞയക്കുന്ന ദൈവത്തിൽ മാത്രം നിങ്ങൾ ആശ്രയിച്ചാൽ മതി. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുക, നിങ്ങളുടെ യാത്രയ്ക്ക് ചെരുപ്പോ 2 ഉടുപ്പോ വടിയോ അങ്ങനെ ഒന്നും നിങ്ങൾ കൈപ്പിടിക്കേണ്ട ആവശ്യമില്ല എന്ന് ഇവിടെ ഈശോ പറഞ്ഞു വയ്ക്കുക. കാരണം വിളിച്ചവൻ വിശ്വസ്തനാണ്. ആ വിശ്വസ്തതയിൽ വിശ്വസിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സംരക്ഷിക്കുവാനായിട്ട് കർത്താവ് തൻ്റെ ദൂതന്മാരെ അയക്കുമെന്നൊരു ഉറപ്പ് നമുക്കിവിടെ ഈശോ പറഞ്ഞു വെക്കുന്നുണ്ട്. യേശുവിൻ്റെ ശിഷ്യരാകുവാൻ യോഗ്യപ്പെടുക എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശിഷ്യർ എങ്ങനെ മറ്റുള്ളവരുടെ ഇടയിൽ പെരുമാറണം എന്നുള്ളത്. ഓരോ ശിഷ്യൻ്റെയും പെരുമാറ്റവും സംസാര രീതിയും അവരുടെ ഗുരു എങ്ങനെയുള്ളവനാണെന്ന് വ്യക്തമായിട്ട് അറിയുന്നതായിരിക്കണം. അതുകൊണ്ട് തന്നെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു നല്ല ഗുരുവിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ശിഷ്യൻ ചെല്ലാൻ പോകുന്ന ഇടത്തെക്കുറിച്ച് ഗുരുവിന് വ്യക്തമായ ധാരണകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞു വയ്ക്കുക, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകൾ എന്നെ പോലെയാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത് എന്ന്. ഇന്ന് അതിന് ഏറെ പ്രസക്തിയുണ്ട്. ഓരോ സമർപ്പിതരും യേശുവിനെക്കുറിച്ച് വചനം പ്രഘോഷിക്കുകയും പ്രസംഗിക്കുകയും അതനുസരിച്ച് ജീവിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ നിസ്സാരമായ എല്ലാ തെറ്റിദ്ധാരണകളുടെയും പേരിൽ സമർപ്പിതരെ മുഴുവനും കുറ്റപ്പെടുത്തുന്ന ഒരുപാട് പേരെ നമുക്ക് ഈ സമൂഹത്തിൽ കാണുവാനായിട്ട് സാധിക്കും. എപ്പോഴും കർത്താവിൻ്റെ ശിഷ്യൻ എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ജീവിതത്തിൽ ആ കർത്താവ് സംസാരിച്ചതുപോലെ കർത്താവ് പെരുമാറിയതുപോലെ പെരുമാറുന്ന ഒരു വ്യക്തിയായിട്ട് മാറണമെന്നാണ് ഇവിടെ സുവിശേഷ ഭാഗം നമ്മുടെ മുമ്പിൽ പറഞ്ഞു വയ്ക്കുക. വേദനകളും ക്ലേശങ്ങളും നിറഞ്ഞ ജീവിതമായിരിക്കും നമ്മളോടത്. പക്ഷേ ഏത് ജീവിതമായാലും ആ ജീവിതത്തിൽ എപ്പോഴും മുറുകെ പിടിക്കേണ്ടത് വേറെ ഒന്നിലുമല്ല, നമ്മൾ കൊണ്ടുപോകുന്ന ഒന്നിലുമല്ല, മറിച്ച് നമ്മളെ അയച്ച ആ കർത്താവിൽ മാത്രം വിശ്വാസം അർപ്പിക്കുക എന്നിവിടെ പറഞ്ഞു വയ്ക്കുകയാണ്. ഈശോ ആരെയും തന്നെ വിടുന്നില്ല, മറിച്ച് ഈ 2 പേരെയായിട്ടാണ് ഈ സുവിശേഷ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ഒന്നാമത്തെ വായന പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മോശയ്ക്ക് കൂട്ടിനായി ദൈവം അഹ്റോനെ നൽകുന്നുണ്ട്. രണ്ടാമത്തെ വായനയിൽ തോബിത്തിൻ്റെ പുസ്തകത്തിൽ പണം വാങ്ങാനായി പോകുന്ന കൊച്ചു തോബിയാസിൻ്റെ കൂടെ അവന് കൂട്ടായി റാഫേൽ മാലാഖയെ അയക്കുന്നുണ്ട്. ലേഖനത്തിലാകട്ടെ പൗലോസിന് പങ്കാളിയായി ബർന്നാബാസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചുരുക്കം പറഞ്ഞാൽ ഒരിക്കലും ആരെയും തനിച്ചാക്കിയിട്ട് പോകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല.
ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ തിരുവചനം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു, നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന്. സഭാപ്രസംഗകന്റെ പുസ്തകം 4-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള തിരുവചനം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു, 2 പേർ ഒരാളെക്കാൾ മെച്ചമാണ്, കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. അവരിൽ ഒരുവൻ വീണാൽ അവരിന് താങ്ങാൻ കഴിയും. ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല, അവൻ്റെ കാര്യം കഷ്ടമാണെന്ന്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഓർക്കുക, എന്നും നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് കൂട്ടായിട്ട് തണലായിട്ട് എപ്പോഴും കർത്താവ് ഉണ്ടാവും, കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. നമ്മൾ കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ കർത്താവ് എന്നും താങ്ങായി തണലായി സംരക്ഷകനായിട്ട് എന്നും ഉണ്ടാകും എന്ന ഉറച്ച വിശ്വാസത്തിൽ നമുക്കായിരിക്കാം. 23-ാം സങ്കീർത്തനം പറഞ്ഞു വെക്കുന്നത് പോലെ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന്. രണ്ടാമത്തെ കാര്യമാണ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും ഒരുപാട് ലഗേജ് ഉണ്ടെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുവാനായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇരിക്കുന്നതിന് മുൻപ് ആ ലഗേജ് എല്ലാം ഒതുക്കി വെച്ചതിന് ശേഷം പിന്നെ ആരും ആ ലഗേജ് എടുത്ത് കൊണ്ടുപോകുന്നില്ല, അത് ഭദ്രമായിട്ടാണ് ഇരിക്കുന്നത് എന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ടി വരും. ചുരുക്കം പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ അധികമായിട്ട് ഭാരമുള്ളപ്പോൾ അല്ലെങ്കിൽ ലഗേജ് ഉള്ളപ്പോൾ നമ്മുടെയൊക്കെ യാത്രകൾ സുഖമായിരിക്കില്ല, കുറച്ച് കഷ്ടപ്പാട് നിറഞ്ഞതായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞു വെക്കുക, ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഭാരങ്ങൾ കുറയുമ്പോൾ യാത്ര എപ്പോഴും സുഖമായിട്ട് മുന്നോട്ട് പോകും. ജീവിതത്തിൽ വേദനകളേറുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് നല്ല കഷ്ടപ്പാടാണ്. അതുകൊണ്ട് ജീവിതത്തിലെ വേദനകളും ബുദ്ധിമുട്ടുകളും എല്ലാം നമ്മൾ കർത്താവിൻ്റെ മുൻപിൽ ഇറക്കി വെച്ചേക്കുക. എന്നിട്ട് എപ്പോഴും കർത്താവിനെ എല്ലാം കൊടുത്തിട്ട് കർത്താവിനെ മാത്രം മുറുകെ പിടിച്ച് ജീവിതത്തിൽ യാത്ര ചെയ്യാനായിട്ട് തുടങ്ങിയ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഏറ്റവും ലളിതമായി ജീവിക്കുവാനും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവാനും ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ ചിലപ്പോഴൊക്കെ നമ്മൾ ഓരോരോ സാധനങ്ങൾ മേടിച്ചു കൂട്ടുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഭാരങ്ങൾ ഏറുകയാണ്. ജീവിതത്തിൽ എപ്പോഴും കയ്യിലെടുക്കേണ്ടതും കൈപിടിക്കേണ്ടതും കർത്താവിന് മാത്രം. നമ്മെ അയച്ച കർത്താവിനെ മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വഴിത്താരയിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് കർത്താവ് തരും എന്നൊരു ഉറപ്പ് ജീവിതത്തിൽ മുറുകെ പിടിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.